ഗൈസ്, ഗുഡ് മോർണിംഗ്. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോ പുറത്തു വന്നൊരു പൊതിയിട്ട് നല്ല മഴയൊക്കെ കഴിഞ്ഞ് പ്രകൃതി ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇളം കാറ്റും അതുപോലെ ഇളം തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നേ. ഫസ്റ്റ് നമ്മള് ചായ കുടിച്ച് പോരാന്നുള്ളതായിരുന്നു കേട്ടോ പ്ലാന്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല തട്ടട കണ്ട അവിടെ നിർത്താനായിരുന്നു കേട്ടോ വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് വേറെ ഒന്നായിരുന്നു. നല്ലൊരു വ്യൂ കണ്ടപ്പോ നമ്മൾ അവിടെ നിർത്തിയേ. അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരാള് പണിയായുധങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബുക്കും പേപ്പറൊക്കെ ഇട്ട് വലിയ കലാകാരി എന്നുള്ള രീതിയിലായിരുന്നു വരെയൊക്കെ. നമ്മളായിട്ട് അവരെ തളർത്താൻ പാടില്ലല്ലോ, അത് അവരെ കോൺഫിഡൻസിനെ ബാധിക്കും. സോ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് കുറെ സമയം നീണ്ടെങ്കിലാന്ന് എനിക്ക് അറിയായിരുന്നു. അവർക്ക് വേഗം മടുക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഇവിടുന്ന് പോവാന്ന് പറയുന്നുണ്ടായിരുന്നേ. എനിക്ക് കുറച്ചുകൂടി നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. വെറുതെ അവളെ മൂഡ് സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ വന്നത് പോപ്സിക്കിൾസ് കഴിക്കാൻ പറ്റിയ ഒരു കടയിലേക്കായിരുന്നു. അത് 2 ഫ്ലേവറിലുള്ള ഓരോ പോപ്സിക്കിൾസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കോഫി ഫ്ലേവറിൽ ഒന്നായിരുന്നു. പിന്നെ അവള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സീതാഫൽ ഫ്ലേവറുള്ളതായിരുന്നേ. രണ്ടും നമ്മൾ മാറി മാറിയാണ് കഴിച്ചോണ്ടിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ ഫ്ലേവർ ആയിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടാത്തതിൽ ഭയങ്കര കംപ്ലൈന്റ്സ് ആയിരുന്നു. ഇന്ന് അതങ്ങ് തീർത്തൊടുക്കണം എന്നായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ പ്ലാൻ പിടിക്കാന്ന് വിചാരിച്ചു. ചായ പിടിക്കാനാണല്ലോ നമ്മൾ വന്നത്. 3-4 കടകാരെ ഇറങ്ങി. പക്ഷെ അവിടെ ഒക്കെ സ്നാക്സ് തീർന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫൈനലി നമ്മളൊരു കടയിൽ എത്തിയപ്പോൾ കുറച്ച് സ്നാക്സ് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഉള്ളിവടയും അതുപോലെ നെയ്പ്പത്തിലും മുട്ടയുള്ള ഒരു കോംബോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. Bye bye, see you.